ഇത് എന്ന് പറയുന്ന ഈശ്വര ചൈതന്യത്തിന്റെ പ്രാധാന്യം തന്നെയാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ കൊച്ചു പ്രായത്തില് കുറെ പേർക്ക് കാണാനും പറ്റും. ഖസാക്കില് കൽപ്പകർഷത്തൊണ്ടുകൾ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും കാണാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. മുമ്പ് കുറെ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ തിളങ്ങി 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 നിൽക്കുന്നതായിട്ട്. ഇതാണ് ഈ ഈശ്വര ചൈതന്യത്തിന്റെ ഡെൻസിറ്റി കിടക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത് കാണുന്നത്. അതിനാണ് 0.00099 ഔൺസ് എന്ന് പറയുന്നത്. ഇത് എവിടെ പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം സയന്റിസ്റ്റുകൾ തേടുന്നുണ്ട്. ഇതെല്ലാം കൂടിക്കൂടി ഡേ ബൈ ഡേ കൂടി വരുന്നു. പക്ഷേ ഇതിനെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ. നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണുമ്പോഴേക്കും അസുഖം കണ്ടുപിടിച്ച് അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തിനെ അവർ ശരിയായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കി വിടുന്നു. ശരിയാണ്. പക്ഷേ ആ കാരണം എങ്ങനെ ആ ശരീരത്തിലെത്തി, എന്തുകൊണ്ടാണ് പ്രശ്നം? ഒന്നും കൂടെ ആഴത്തിലേക്ക് നോക്കും. ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയന്റിസ്റ്റ് ആലോചിക്കണം എന്തുകൊണ്ട് കാരണം. അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അവനിലെ ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി, വൈറ്റൽ ഫോഴ്സ്. വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴേക്കും പ്രകൃതിയിൽ നിന്നും ആ യൂണിവേഴ്സൽ ഫോഴ്സിൽ നിന്നും മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തേണ്ട ശരിയായ എനർജിയില്ലാത്തുള്ള വേരിയേഷൻസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വൈറസുകൾ വരുന്നു, പുറത്തുനിന്ന് വൈറസ് പക്ഷേ അവന് സുഖമായിട്ട് വിളയാടാനുള്ള സ്ഥലം കിട്ടുക സ്പ്രെഡാവും. അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നിശ്ചിത ദിവസം പറയും, 7 ദിവസമോ അല്ലെങ്കിൽ 9 ദിവസമോ, അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഡെഫിനറ്റ് ആണ്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഗോൾഡിൽ ഒരു പക്ഷേ ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു സംവിധാനമുള്ളൂ. അതിന് ഞാനിവിടെ ജാതിയില്ല, മതവും ഇല്ല. അതിന് ഇവരുടേതായ സിസ്റ്റം, ഇതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടേതായ ഇത് ഒരു 1-2 മണിക്കൂറോളം എടുക്കും ഈ പ്രോസസ്സിങ് ചെയ്യാനായിട്ട്. അതിന് ജാതിയും മതവും സ്ത്രീകൾക്ക് അശുദ്ധി മാത്രം നമ്മൾ വെച്ചിരിക്കുക. അശുദ്ധി കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അശുദ്ധിയിൽ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് ഇവിടെ ഈശ്വരനോ ഞങ്ങൾക്കോ ഇവിടെ ആർക്കും വേറെ കുഴപ്പമൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷേ സ്ത്രീകളുടെ ശരീരത്തിൽ അശുദ്ധി ആകുമ്പോഴേക്കും അവരുടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം അതിനകത്താണ്. സ്ത്രീകൾക്കുള്ള പോസിറ്റീവ് ആംഗിളായിട്ട് നമുക്കത് പറയാൻ പറ്റും. കാരണം അവർക്ക് ശരീരം പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ് സയൻസിനകത്ത് ഈ അശുദ്ധി എന്ന് പറഞ്ഞാൽ ആ ദിവസം തോന്നണം. പുരുഷൻ നമുക്കത് ആണുങ്ങൾക്ക് ആ പ്രോസസ്സിങ് സാധനം ഇല്ല. അപ്പം അവർക്ക് പ്യൂരിഫൈ ചെയ്ത് വരുമ്പോഴേക്കും ആ ഇത്രയും ദിവസം ശരീരത്തിനകത്ത് സഞ്ചരിക്കുന്ന നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം കൊടുക്കും. ആ നെഗറ്റീവ് സംഭവം നിൽക്കുമ്പോഴേക്കും ഈ വിഗ്രഹത്തിൽ നിന്ന് പോകുന്ന പോസിറ്റീവും ഈ നെഗറ്റീവും തമ്മിലുള്ള ക്ലാഷിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അമ്പലത്തിലോട്ട് പോകുന്നവരിൽ അവർക്ക് ചിലപ്പം പോയി കഴിയുമ്പോഴേക്കും മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നേക്കാമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിനൊരു തടയിടണമെന്ന് ഞാൻ പറയുന്നത്. മറ്റുള്ളിടത്ത് ഓരോ ആചാരാനുഷ്ഠാനങ്ങളായിരിക്കും. വേറെ എന്തെങ്കിലും ഇവിടെ ക്ഷേത്രത്തിലെ ബാലഗണപതിയുടെ ഒപ്പം തന്നെ കൽക്കി എന്നൊരു പേരും കൂടെ കണ്ടപ്പോൾ കൽക്കി സങ്കല്പം എന്താണെന്ന്. കൽക്കി സങ്കല്പം എന്ന് പറയുന്നത് ഞാൻ ഈ ആദ്യം പറഞ്ഞു, ആമര ഈമരം കഴിഞ്ഞു, ഭഗവാന്റെ മന്ത്രം ജപിച്ചു, അതിലൂടെ സഞ്ചരിച്ചു, അങ്ങനെ ഇതുവരെ എത്തിച്ചേർന്നു. അപ്പോൾ ഈ CSSR തുടങ്ങുമ്പോഴെല്ലാം എന്തിനാണെന്നൊന്നും അറിയണ്ട. പിന്നെ ഓരോ കാര്യങ്ങൾ ഭഗവാൻ പറയുമ്പോഴാണ് അയ്യോ ഇന്നതിന് വേണ്ടിയിട്ടാണ് ആയിരുന്നു എന്നുള്ള കാര്യം. അപ്പം നമ്മൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ രണ്ടുപേരും 2 റോബോട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരിലും 2 പ്രോഗ്രാമിംഗ് ആണുള്ളത്. അപ്പോൾ 2 പ്രോഗ്രാമിൽ 2 ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നു. 2 സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനീയറാണ്, ഒറ്റ എഞ്ചിനീയർ. അപ്പോൾ ആ എഞ്ചിനീയർക്ക് 2 സോഫ്റ്റ്വെയറിൽ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ്, അല്ലേ? ഇപ്പോൾ 2 കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ആ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഈ സാധനത്തിനകത്ത് ഒരു പ്രീ പ്ലാൻഡ് പ്രോഗ്രാമുണ്ട് എൻ്റെ ആത്മാവിനകത്ത്. അതനുസരിച്ച് ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം വന്നു, ചെയ്തു വെച്ചു. പിന്നെ എന്തിനാണ് ചെയ്യണമെന്നുള്ള ചോദിക്കില്ല നമ്മൾ. അതിനുള്ള സാമ്പത്തികമൊക്കെ കറക്റ്റ് ചെയ്തു വെച്ചു. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇപ്പം ഈ ഇമ്മ്യൂണിറ്റി പറയും എത്രയെത്ര ആൾക്കാർക്കാണ് ഇവിടെ കൊണ്ട്, എത്രയെത്ര ഡോക്ടർമാർക്ക് ഇവിടെ അറിയാം. പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ ഒരു ക്ഷേത്രവും ക്ഷേത്ര സമുച്ചയവും, അതുകൊണ്ടാണ് CSSR എന്നുള്ള പേരിൽ നമ്മൾ ഇടാൻ കാര്യം എന്ന് പറഞ്ഞത്. സെന്റർ ഫോർ സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ റേഡിയൻസ്.
സെന്റർ ഫോർ സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ റേഡിയൻസ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നാളത്തെ തലമുറയ്ക്ക് എൻ്റെ കാലശേഷമാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവിടെ വന്ന് ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാലങ്ങൾ എങ്ങനെയാണ് അസുഖം വന്നാലും അറിഞ്ഞില്ല. അപ്പോൾ ഒരു പക്ഷേ ഇത് എൻ്റെ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ ഈ സാധനങ്ങളെല്ലാം ചിലപ്പോൾ ഗവൺമെന്റിന് സറണ്ടർ ചെയ്യുമായിരിക്കും. ഇവിടെ ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? എത്ര ദിവസമാണ് നമ്മൾ ഇവിടെ എത്തിക്കേണ്ടത്? അങ്ങനെ അല്ല, ഒരൊറ്റ ദിവസമേ വരുള്ളൂ. അതിനൊരു ചിട്ട വരും. ചില പൂർവികരുടെ ജീനുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ്. അതിനൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഒരു കെമിസ്ട്രി ഒരു ഫോർമുല കാണും. അതനുസരിച്ച് വേണം ഇത് ശരിയാക്കി എടുക്കാനായിട്ട്. പഴയ തലമുറക്കാരുടെ ജീനുകൾ ആണ് ഉറങ്ങിക്കിടക്കുന്നത്. അതായത് ഈ കോവിഡിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ ഊർജ്ജം മനുഷ്യനില്ല. ശ്രദ്ധിച്ചായിരുന്നു, അവൻ്റെ ബേസിക് പൊട്ടൻഷ്യാലിറ്റി അവന് പുറത്തെടുത്ത് കർമ്മം ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ലേസിനെസ് വരും. കുട്ടികളുടെ പഠിത്തം ഇതിനകത്തൊക്കെ എല്ലാം കുട്ടികളുടെ കാര്യത്തിനകത്ത് കോവിഡിനാണെന്നുണ്ടെങ്കിൽ ലേസിനെസ്, മെമ്മറി ലോസ്, കൺഫ്യൂഷൻ, ഫിയർ തുടങ്ങിയ കാര്യങ്ങൾ വന്ന് അവരുടെ പഠനം ശരിയായ രീതിയിൽ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നു. സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് അവരുടേതായ സർക്കിളിലുള്ള മേഖലകളിലൂടെ സഞ്ചരിച്ച് എളുപ്പമാർഗം കണ്ടെത്തുന്നു. അതിന് നമ്മൾ അയ്യോ വഴിവിട്ട് പോകുന്ന രീതിയിൽ പിള്ളേർ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ശാസിക്കുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കുട്ടികളാണ് വഴികാട്ടേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. വീണ്ടും പറയുന്നു, മാതാപിതാ ഗുരു ദൈവം. ക്ഷമയാണ് നമുക്കവിടെ വേണ്ടത്. ക്ഷമയോടുകൂടി അവരിൽ ഒരാളായി നമ്മൾ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നം, ശരിയായ പ്രശ്നം മനസ്സിലാക്കിയെടുത്ത് അവരെ ശരിയായ അവർക്ക് സ്ട്രെസ് ജനറേറ്റ് ചെയ്യാനുള്ള കാരണം കണ്ടെത്തി അതിൽ നിന്ന് മോചനമായി കഴിഞ്ഞാൽ ഒരു കുട്ടിയും ചീത്ത വഴിയിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും ആഗ്രഹം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജോലി ചെയ്ത് സ്വന്തം കഴിവോടുകൂടി സമൂഹത്തിൻ്റെ മുന്നിൽ നന്നായി ജീവിച്ചു പോകണം എന്നുള്ള സാത്വികമായ ലക്ഷ്യം മാത്രമേ ഭൂരിഭാഗം കുട്ടികളിലും ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എത്രയോ വർഷമായി കുട്ടികളുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടും കുട്ടികളുടെ പഠിത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പം കൽക്കി ഓക്കെ. അപ്പം കൽക്കിയിലേക്ക് വന്നു വെച്ചാൽ ഇങ്ങനെ ഈ മന്ത്രജപവും കാര്യങ്ങളൊക്കെ വന്നു അപ്പോഴാണ് ഒരിക്കൽ ഭഗവാന്റെ കൽക്കി അവതാരം എന്ന് പറയുന്നത് എന്നുള്ള രൂപത്തിലേക്കാണ് ഇത് എത്തിച്ചേർന്നിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഈ ഭഗവാനെ ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്ത് ഒരു പെൻസിൽ സ്കെച്ച് പോലും ഈ സംഭവത്തിലില്ല. അപ്പം ഇവിടെ ഇരിക്കുന്നതാണ് ശ്രീ ബാലവിഘ്നേശ്വര മഹാഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് ലോകഗുരുവായി, അതായത് നേരത്തെ ഈ പ്രപഞ്ചത്തിന്റെ ഏകശക്തിയുടെ ഒരു ലോകഗുരുവായ സങ്കല്പശക്തിയിലൂടെ ബാലവിഘ്നേശ്വര മഹാഗണപതി ഭഗവാൻ കുടികൊള്ളുകയും ആ ശക്തി ഇവിടെ കൽക്കി അവതാരമായിട്ട് ഇവിടെ നമ്മളെ ശിവകുടുംബത്തിനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് ആ കൽക്കി അവതാരത്തിലൂടെ കൽക്കിയുടെ ഉദ്ദേശം ശരിയായ രീതി സ്ട്രെസ്സിനെ സീറോ സ്ട്രെസ്സിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യനെ പ്രകാശത്തിന്റെ പാതയിലൂടെ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇരുട്ടായിരിക്കുന്നത് ഏത് വിഷയത്തിനാണെങ്കിലും ഇരുട്ടറിഞ്ഞേക്കാൻ പറ്റും. ഇരുട്ടെന്ന് പറയുമ്പോൾ നെഗറ്റീവ്, അതിനെ മാറ്റി പോസിറ്റീവ് ആയിക്കോളും. ഇങ്ങനെയുള്ള തത്വം വെച്ചൊക്കെ ചെയ്തു. അപ്പോഴും കൽക്കി ആണെന്ന് പറഞ്ഞു, ഓ ഭഗവാൻ കൽക്കി എങ്കിൽ കൽക്കി അതിനുള്ള രൂപവും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാന് മനസ്സിലായി, ഭഗവാൻ പറഞ്ഞ പോലെ കൽക്കിയാണെന്ന് ഞാൻ എഴുതി വെച്ച് പറഞ്ഞു, അതുകൊണ്ട് അനുസരിച്ചാണെന്ന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, സംശയമുണ്ട് അല്ലേ, ഞാൻ പറഞ്ഞുകൊണ്ട് അനുസരിച്ചല്ലേ. ഞാനുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ ഗുരു എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹം സംസ്കൃതത്തിൽ ഇന്ത്യയിൽ തന്നെ പാണ്ഡിത്യം ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വേദങ്ങളിൽ കൽക്കിയെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റോ എന്ന് എനിക്ക് സംശയം വരാൻ പാടില്ല. അപ്പം ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന അദ്ദേഹത്തിന് അറിയിക്കുക, എനിക്ക് ആത്മീയ ജ്ഞാനം പഠനം ഒന്നും അറിഞ്ഞൂടാന്നുള്ള കാര്യമില്ല. കൽക്കിയെക്കുറിച്ച് പറയുന്നത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കൽക്കി അവതാരമെടുക്കുമെന്ന്, ശാസ്ത്രീയമായ രീതിയിലാണ് കൽക്കി മനുഷ്യന് പ്രയോജനപ്പെടുന്നതെന്നും സയൻസിന്റെ ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൽക്കി ചെയ്യുന്നതെന്നും ഏകമന്ത്ര ജപത്തിലൂടെ മാത്രമേ കൽക്കി അവതരിക്കൂ എന്നും പറയുന്നതായിട്ട് ഇത് കാണുമ്പോഴേക്കും ചിലപ്പം ആത്മീയമായി പാണ്ഡിത്യമുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പം എനിക്ക് ഭഗവാൻ പറഞ്ഞത് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി അതനുസരിച്ച് ബാക്കിയുള്ള എല്ലാം ചിട്ടപ്പെടുത്തി ഇപ്പം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ആ കൽക്കിയാണ് നമ്മൾ CSSR മണ്ഡപം എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു കൽക്കി മണ്ഡപം ആണ് ശരിക്കും പറഞ്ഞാൽ. അതിനെ നമുക്കൊരു അങ്ങനെ ഒരു ജാതിയുടെ പേരിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? നമ്മൾ അതാലോചിക്കണ്ടേ?
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് ശരിയായ രീതിയിൽ കർമ്മം ചെയ്താലേ അടുത്ത തലമുറയ്ക്ക് പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നില്ല, ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എല്ലാവരും ഇപ്പോൾ ഇത് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് CSSR എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക, സെൻറ്റർ ഫോർ സയൻറ്റിഫിക് ആൻഡ് സ്പിരിച്വൽ റേഡിയൻസ്. അന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന വളരെ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കിടപ്പം പ്രശസ്തരായ വ്യക്തികൾ വന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നിട്ടുണ്ട്. ചിത്ര മാഡം അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് എല്ലാം ചെയ്തു തന്നാണ്. പിന്നെ മറ്റെന്തെങ്കിലും കാര്യം? അപ്പൊ ഇവിടെ ധാരാളം ചിത്രങ്ങൾ കാണുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, പല രൂപത്തിലുള്ള ഗണപതികൾ. അങ്ങനെ മൊത്തത്തില് ഗണപതികൾക്ക് എത്ര രൂപ? ഗണപതികളുടെ രൂപത്തിൽ എൻ്റെ അറിവ് വെച്ചിട്ട് 32 ഗണപതി രൂപഭാവങ്ങളാണ്. ആ 32 ഗണപതി രൂപഭാവങ്ങളാണ് ഇവിടെ നമ്മൾ രൂപകൽപ്പന ചെയ്ത്, അതായത് ഇവിടുത്തെ ഗണപതി രൂപങ്ങൾക്ക് അതായത് പിള്ളേരുകൾ മറ്റേ പെൻസിൽ വെച്ച് വരച്ച പോലെയൊക്കെ ഇരിക്കും, ഷേപ്പ് കുറവാണ്. അപ്പൊ പണ്ടത്തെ മുനിശ്രേഷ്ഠന്മാര് രൂപകൽപ്പന ചെയ്ത ആ സാധനത്തിനെ എടുത്ത് റീഫോർമാറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ സ്ത്രീ രൂപത്തിലുള്ള ഗണപതിയൊക്കെ അതിലുണ്ടോ? ഏത് സ്ത്രീ രൂപത്തിലുള്ള ഗണപതി ഉണ്ടല്ലോ, സുന്ദരി? ഉണ്ട്. ഇതിനകത്ത് 32 ഗണപതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കും കൃത്യമായി പറയാനായിട്ട് പറ്റില്ല. പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്തു വെച്ചു. 32 രൂപത്തിലുള്ള ഗണപതിയേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അതെ. നിങ്ങളുടെ വിശ്വാസം, ഭഗവാന്റെ വിശ്വാസം. അതെ. അപ്പൊ ഇനി ആ സുഷുമ്ന അതിന്റെ ഒരു പ്രതിഷ്ഠയെ കുറിച്ച്, അതെനിക്ക് തോന്നുന്നു ലോകത്ത് ഇവിടെ മാത്രമേ കാണുള്ളൂ തോന്നുന്നു അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് കൂടെ ഒന്ന് വിശദമാക്കുന്നത്. അതിന്റെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാനല്ലേ? അതിന്റെ ഡീറ്റെയിൽഡ് വെർഷനിലേക്ക് പോയാൽ ഒരുപാട് ഇതെടുക്കും. പക്ഷെ എങ്കിലും ഞാനൊന്ന് ഒരു ശരീരം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അതിവിടെ വെച്ച് ആരാധിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം പറഞ്ഞാൽ മതി. എങ്ങനെ? അല്ല, ഇവിടെ വെച്ച് ആരാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഏതൊരു വ്യക്തിയാണെങ്കിലും ഇവിടെ വരുന്നവർക്ക് അവന് ശരിയായ രീതിയിൽ അവൻ്റെ കർമ്മമണ്ഡലം മനസ്സിലാക്കി സ്ട്രെസ് ഇല്ലാതെ അതിലൂടെ സഞ്ചരിച്ച് മാനസികവും ശാരീരികവുമായ സുഖത്തോടുകൂടി ജോലി ചെയ്യാൻ കഴിയണം. ആ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി ഉണ്ടാവണം, ആ ജോലിയിൽ ഫലവും ഉണ്ടാവണം. ഞാൻ ഇത് ചോദിച്ചപ്പം ഏറ്റവും ക്യാപ്സുളായിട്ട് പറയാൻ പറ്റുന്ന ഒരിത് പറയാം, അല്ലെങ്കിൽ നമ്മളത് തുടങ്ങിയാൽ ഇതിവിടെ നിൽക്കില്ല. 7 തലമുറയുടെ കാര്യം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചോദിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാനൊന്നും എനിക്കൊരു വിഷയമല്ല. കാരണം ഇത് തന്നെയല്ല ഭഗവാൻ പറയിപ്പിക്കും. കാര്യത്തിൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവ് നമുക്ക് ഇവൻ്റെ ആവശ്യം ഡിവൈൻ പവറിലൂടെ ഉള്ളത്. നമ്മൾ സാധാരണ ഏത് ജാതി ഏത് മതം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കോൺഫിഡൻസ്. അല്ലേ? എല്ലാവരും ഉപയോഗിക്കും. അതിന് ജാതിയുണ്ടോ? മതമുണ്ടോ? ഇല്ല. അതിന് ധനികനുണ്ടോ? ദരിദ്രനില്ല, ഒന്നുമില്ല. പാവപ്പെട്ടവന് ഉപയോഗിക്കാം, ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടല്ലോ ചെയ്യാനായിട്ട്. ഇംഗ്ലീഷ് ആർ യു കോൺഫിഡൻറ്റ്? ഇപ്പം അമിതാഭ് ബച്ചൻ്റെ പ്രോഗ്രാം ഞാൻ ഇപ്പോഴും 1-2 കാണാൻ പറ്റിയിട്ടുണ്ട്. ആർ യു കോൺഫിഡൻറ്റ് അങ്ങനെ ഉണ്ടല്ലേ എന്ന് വെച്ചാൽ ലോക്ക് ചെയ്യും. സുരേഷ് ഗോപി സാറ് അദ്ദേഹത്തിനകത്തും കോൺഫിഡൻസിൻ്റെ കാര്യം ചോദിച്ചു. എല്ലാവരും ചോദിക്കുന്നുണ്ട് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ആഴത്തിലേക്ക് ചിന്തിക്കാൻ പോയിട്ടുണ്ടോ? ഈ പ്രോഗ്രാം നടത്തി ഇവരെനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു വെർഷൻ പറയാം. അതിൻ്റെ മലയാളീകരിക്കാം ആ വാക്കിന്. നമ്മൾ മലയാളിയാണല്ലോ, കോൺഫിഡൻസിൻ്റെ മലയാളം ആത്മവിശ്വാസം. കറക്റ്റ് ആണല്ലോ, ആർക്കും എതിർപ്പില്ല. അതിനെ നമുക്ക് പിരിച്ചെഴുതാം. 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലും പിരിച്ചെഴുതുക സംഭവം. ആത്മവിശ്വാസത്തിനെ എങ്ങനെ പിരിച്ചെഴുതും? ആത്മാ പ്ലസ് വിശ്വാസം, ആത്മാ പ്ലസ് വിശ്വാസം, ആത്മാവ് പ്ലസ് വിശ്വാസം. ആത്മാ എന്ന് പറഞ്ഞ ഒരു സംസ്കൃത പദം അല്ലേ? വിശ്വാസം ട്രസ്റ്റ് അതിൻ്റെ വാക്ക്. ആത്മാവ് എന്ന് പറയുന്നത് സോള് അല്ലേ? സോളിന് വിശ്വാസം വേണം. ആരെ വിശ്വാസം വേണം? ആർ യു കോൺഫിഡൻറ്റ്? നീ കോൺഫിഡൻ്റ് ആണോ? ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ അടുത്ത് കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചോദിക്കുന്നുണ്ട്, ആർ യു കോൺഫിഡൻറ്റ്? യെസ്, ഐ എം കോൺഫിഡൻറ്റ്. ആര് പറയുന്നു? ആ വ്യക്തി പറയുന്നു. കോൺഫിഡൻസ് എന്ന് പറയുന്നത് വിശ്വാസം, ആത്മവിശ്വാസം. അപ്പം ആത്മാവിന് ശരീരത്തിൻ്റെ അടുത്ത് വിശ്വാസം വേണം. ശരീരം എന്ന് പറയുന്നത് ആ കർമ്മം ചെയ്യാൻ പ്രാപ്തനാണോ എന്നുള്ളത് ആത്മാവിന് വിശ്വാസം വേണം. ഇപ്പൊ ക്ലിയർ ആയോ?
ആത്മാവിൻ്റെ വിശ്വാസം ശരീരത്തിലേക്ക് പകർന്നു കിട്ടിയാൽ സക്സസ് ലൈൻ ഇതിനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒറ്റ പെട്ടെന്ന് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞു വിശദീകരിച്ച് പോയി. ആത്മവിശ്വാസം എൻ്റെ ഓരോന്നി, ആത്മസംതൃപ്തി, ആത്മസന്തോഷം, ആത്മഭൂതി, ഇങ്ങനെ പോവില്ലേ? എല്ലാത്തിലും നമ്മൾ ആത്മാവ് ചേർത്തല്ലേ പോകും, ആത്മാനുഭൂതി. അല്ലാതെ ശരീരത്തിന് പറഞ്ഞു വേറെ പറയും എൻ്റെ സന്തോഷം, എൻ്റെ വിശ്വാസം, രണ്ടും രണ്ടാണ്, ശ്രദ്ധിച്ചോ? അപ്പം ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന വാക്ക് പറയുന്നു, അതെ ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടെണ്ണം ഞാൻ ക്വിസ് പ്രോഗ്രാമായിട്ട് മാച്ച് ചെയ്ത് പറയാം, അപ്പോഴേക്കും പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ 4 ഉണ്ട്, 4 2 പോയി, ഇനി 2 ഉള്ളൂ. ഇതിൽ എ ആണോ സി ആണോ? അത് സി തന്നെയാണ്. ചോദ്യത്തിന് ഉത്തരം ഉറപ്പാണല്ലോ, ലോക്ക് ഉറപ്പിക്കല്ല, കോൺഫിഡൻ്റ് ആണല്ലോ, കോൺഫിഡൻ്റ് ആണ്, ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. അപ്പം ഒരു വ്യക്തിത്വം വേറൊരു വ്യക്തിത്വത്തിൻ്റെ അടുത്ത്, 2 മനുഷ്യജന്മത്തിൽ ചോദിക്കുന്ന ചോദ്യം, അതിന് ഉള്ള ഉത്തരമാണ് യെസ് കോൺഫിഡൻ്റ്. ലോക്ക് ചെയ്യുന്നു, ഉത്തരം വന്ന് ശരിയാണെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ ബ്രെയിന് സെൻസിറ്റീവായിട്ട് പറഞ്ഞു കമാൻഡ് ചെയ്തത് കറക്റ്റ്. ഉത്തരം വന്നു, പറഞ്ഞത് സോറി, ആൻസർ ഇസ് റോങ്, പറഞ്ഞ വ്യക്തിക്ക് നിരാശനായി അല്ലേ? അപ്പം അവൻ്റെ അടുത്ത് 3-4 പ്രാവശ്യം ചോദിച്ചു കോൺഫിഡൻ്റ് ആണോ, കോൺഫിഡൻ്റ് ആണോ? യെസ് കോൺഫിഡൻസ്. അവൻ്റെ ശരീരത്തിൽ ജനറേറ്റഡ് ആയ കോൺഫിഡൻസ് എന്ന് പറയുന്ന ആ എനർജി പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് 2 എനർജി ജനറേറ്റഡ് ആവും, പോസിറ്റീവ് കോൺഫിഡൻസ് ഉണ്ട്, നെഗറ്റീവ് കോൺഫിഡൻസ് ഉണ്ട്. ഇത് അതിൻ്റെ പഠനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതും ഈ 7 തലമുറയുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആത്മാവ്, ആത്മവിശ്വാസം, 7 തലമുറ, ശരീരം, ഹോർമോൺ സിസ്റ്റം, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് അത് സംസാരിച്ച് പോകണമെങ്കിൽ വിശദമായി വേണമെങ്കിൽ അനലൈസ് ചെയ്ത് നമുക്ക് പോകാമെന്നുള്ളേ ഉള്ളൂ. പക്ഷെ സമയം കൂടുതൽ എടുക്കുമെന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ ഒരു ആൾക്കാർക്ക് ആവശ്യം വേണ്ടി വരുന്നു എന്ന് തോന്നിയാൽ നമുക്കതപ്പോൾ ചെയ്യാം. പക്ഷെ എങ്കിലും ഏകദേശം തൽക്കാലം ഒരു രൂപം കിട്ടിയല്ലോ. മനുഷ്യനിലുള്ള ശരിയായ പാത മനസ്സിലാക്കി അവന് ശരിയായ ആത്മവിശ്വാസം പകർന്ന് ശരിയായ രീതിയിൽ കർമ്മം ചെയ്ത് ശരിയായ രീതിയിൽ കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം കിട്ടത്തിന് വേണ്ടിയിട്ടാണല്ലോ കർമ്മം ചെയ്യുന്നത്. ഫലം കിട്ടി ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നതാണ് ഈ CSSR എന്ന് പറയുന്ന സാധനം. അതിൽ ആ സംവിധാനത്തിൻ്റെ ഒരു പാർട്ട്, നമ്മൾ ഒരു സംഭവത്തിൻ്റെ ആക്സസറീസ് ഉണ്ടല്ലോ, ഓരോ സംഭവം, അതിൻ്റെ ഒരു പാർട്ടാണ് ഈ എഴുത്സവം, ഇപ്പുറത്തെ ശിവകുടുംബം. ഇത് ഈ എല്ലാ യൂണിറ്റിനെ കൂടെ ചേർത്താണ് ഞങ്ങൾ ഗ്രിൽ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ജപിച്ച് ഈ ഇക്വേഷൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി, ക്ലിയർ ആണ്? ക്ലിയർ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ഒരുപാട് സംഭവത്തിലേക്ക് പോകും. ഞാനിപ്പോ എന്തായാലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ക്ഷണിച്ച ആള്, ഇപ്പൊ ഞാൻ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്കൊരു അരമണിക്കൂർ എന്തെങ്കിലും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ വിശേഷാൽ ക്രിയകളും ഒക്കെ ചോദിച്ച് ഇവിടെ ഉണ്ടാകുന്ന എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഒക്കെ ചോദിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ മനസ്സിലായത് ഇതൊരു എന്താ പറയുക സ്പിരിച്വൽ സോൺ, സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ റേഡിയൻസ്. അപ്പൊ ശരിക്കും നമ്മുടെ ആധ്യാത്മിക ശക്തി ക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞുള്ളൊരു പുസ്തകം ഉണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളിൽ ഘനീഭവിച്ചിരിക്കുന്ന ആത്മീയ ഊർജ്ജത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ആൾക്കാരുണ്ട്. അവർ വളരെ വലിയ ഡിവൈസുകളൊക്കെ കൊണ്ടുപോയിട്ട് പല ക്ഷേത്രങ്ങളിലും എന്താണ് ഈവൻ ഏലിയൻ ബന്ധങ്ങൾ പോലും അവർ കണ്ടെത്തി കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്കറിയാം, പലർക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായ ഒരു യൂട്യൂബർ അത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ ഇതാണ്, കാരണം സയന്റിഫിക് ആണ് അങ്ങേറ്റം. അപ്പൊ നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങൾ എപ്പോഴും ശാസ്ത്രീയമാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് പലപ്പോഴും ക്ഷേത്രം എന്ന് പറയുന്നത് അശാസ്ത്രീയം എന്ന് പറയുന്നത്. അതായത് ഒരു ഏരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തിനെ ഘനീഭവിച്ച് നിർത്തിയിരിക്കുന്ന വലിയ ആണവ റിയാക്ടറിന് തുല്യമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക. അപ്പൊ അവിടെ ഇരിക്കുന്ന ആ ചൈതന്യത്തിന് എത്രത്തോളം എനർജൈസ് ആകുന്നുണ്ടോ അതാണ് അവിടെ പ്രസരിക്കുന്നതാണ്. അപ്പോൾ ഒരു നാടിന്റെ ചൈതന്യം യഥാർത്ഥത്തിൽ അവിടുത്തെ ആ ക്ഷേത്രത്തിനുമായിട്ട് വളരെ വലിയൊരു പാരസ്പര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ക്ഷേത്രം, അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നു ഇതൊരു എന്താ പറയുക സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ റെസൊണൻസ് നടക്കുന്ന ഒരു വലിയ റേഡിയേഷൻ നടക്കുന്ന റേഡിയൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ഊർജ്ജ കേന്ദ്രമാണ്. എന്തായാലും ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നത്. ഞാനൊരു ശാന്തി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ക്ഷേത്ര പൂജാരി, തിരുമേനി, സ്വാമി എന്നൊക്കെയുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും അങ്ങ് പറയുന്നത്. ഏറെക്കുറെ ഒരു ധാരണയിലാണ് ഞാൻ വന്നത്. പക്ഷെ അതെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള
ഒരുപാട് വിചിത്രമായിട്ടുള്ള പിന്നെ സംവേദനങ്ങൾ. ഇത് അറിയാതെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നിയത്. കാരണം കിട്ടിയ വൈബ്രേഷൻ അങ്ങനെയായിരുന്നു. എന്തായാലും ഇതിപ്പം ഞാനൊട്ടും സംതൃപ്തനല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി മറ്റൊരു അവസരം അങ്ങ് തരണമെന്ന് തീർച്ചയായിട്ടും തരാം. അപ്പൊ എന്തായാലും ഇത്രയും അതേപോലെ ഇതേ നല്ലൊരു മനുഷ്യനെ കാര്യം വെച്ചാൽ ക്യൂരിയോസിറ്റി ആണല്ലോ അവന് ജീവിത സഞ്ചാരം. അല്ലെ പിന്നെ ജീവിതത്തിന് സഞ്ചാരം ലക്ഷ്യം വേണ്ടേ, അല്ലേ? ഒരു സന്തോഷം വേണം. അപ്പൊ അവന്റെ മുന്നിൽ കണ്ടെത്തൽ വേണം. അത് യൂറോപ്യൻസിലാണ് കൂടുതൽ കാണുന്നത്, കണ്ടെത്തുക എന്നുള്ളത്. നമ്മളെ ആൾക്കാർ നമ്മൾ ലേസിനെസ്സിലേക്ക് പോകാൻ ഒതുങ്ങി കൂടാനായിട്ടിരിക്കില്ല, അതൊക്കെ മാറി വരും. അപ്പം ആ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒരു സാധനം കൂടെ ഞാൻ ഇപ്പം പറഞ്ഞ് നിർത്തി വെക്കുക. അത് നമുക്ക് പിന്നെ സംസാരിക്കും. നമ്മൾ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? അത് സാധാരണക്കാരന് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ സ്ഥലം വിട്ട് സഞ്ചരിക്കാത്തത് കൊണ്ട് എനിക്ക് അത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹം സഞ്ചരിക്കുന്ന വ്യക്തിയും കൂടെ ആയതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാം. പോകുമ്പോഴേക്കും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പകൽ സമയത്ത് പോകുമ്പോൾ ഒരു 9 മണി 10 മണി എനിക്ക് കൂടുതൽ നേരം സൂര്യനെ നോക്കിയിരിക്കാൻ പറ്റും. പറ്റാല്ലേ നമ്മൾ കണ്ണടച്ചു. നമ്മൾ സൂര്യപ്രകാശം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വളരെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിൽ നോക്കണം. രാത്രിയിലും കാണാം, പക്ഷെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇങ്ങനെ നോക്കി നിൽക്കണം. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മൾ പണ്ടത്തെ ഒരു കണ്ണിൽ പൊന്നീച്ച പറക്കുന്നു, അതുപോലത്തെ ബോൾസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഓരോടത്തും ഓരോ ഡെൻസിറ്റി ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കണം. പോകുമ്പോഴേക്കും ഇത് എന്ന് പറയുന്ന ഈശ്വര ചൈതന്യത്തിന്റെ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊച്ചു പ്രായത്തില് കുറെ പേർക്ക് കാണാനും പറ്റും. ഖസാക്കില് കൽപ്പകർഷത്തൊണ്ടുകൾ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും കാണാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. മുമ്പ് കുറെ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിട്ട്. ഇതാണ് ഈ ഈശ്വരചൈതന്യത്തിന്റെ ഡെൻസിറ്റി കിടക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത് കാണുന്നത്. ഇനി വരുമ്പോ കാണിച്ചു അതും അറിയാം. അപ്പൊ എന്നെക്കാട്ടിലും അറിവ് ഉള്ള ആളാണ്, പ്രാണൻ തന്നെയാണ്. അതിനാണ് 0.00009 ഔൺസ് എന്ന് പറയുന്നത്. ഇത് എവിടെ പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം സയന്റിസ്റ്റുകൾ തേടുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇത് ഇവിടെ തന്നെയാണ് ശരിക്കും കിടന്ന് സംഭവം കറങ്ങുന്നത്. ഇത് ഈശ്വരന്റെ ചൈതന്യം തന്നെയാണ് ഈ പറയുന്ന സാധനത്തിന്റെ വെയിറ്റ്. അതായത് 100 പേരെ സയന്റിസ്റ്റുകൾ കിടത്തി, അവർ കമ്പ്യൂട്ടറൈസ്ഡ് വേയിങ് മെഷീനകത്ത് വെച്ച് കിടത്തി, ഇത് ഗൂഗിളിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, കിടത്തിയിട്ട് മരിക്കാൻ പോകുന്ന 100 പേരെ കിടത്തി. മരണം നടന്നു കഴിഞ്ഞപ്പം എവരി ബോഡിയിൽ 0.00009 ഔൺസ് കുറഞ്ഞു, ലോസേജ്. അപ്പം ആ സാധനം മാത്രം എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ള അന്വേഷണത്തിന് ഉത്തരം തരുമ്പം ഇത് തന്നെയായിരിക്കാം മനുഷ്യന്റെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന ഘടകം, ജീവാംശം അല്ലെങ്കിൽ ജീവകോശം എന്ന് പറഞ്ഞ ഘടകം എന്ന് മനസ്സിലാക്കി അത് പിന്നെ എങ്ങോട്ട് പോകുന്നു എന്നുള്ള സഞ്ചാരത്തിന് അതിനുത്തരം കിട്ടില്ല. ഇതിങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിറയുന്നുണ്ട്, ഇത് കാണാൻ പറ്റും. ഇത് എല്ലാവർക്കും കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പക്ഷെ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് അത് നമ്മൾ തമ്മിൽ ഇന്നിരിക്കുക എന്നുള്ള തികച്ചൊരു ഈശ്വര നിശ്ചയമായിരിക്കും. അതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞപ്പോൾ പോലും ഞാൻ അതിശയോക്തി, ഒരു ക്യൂരിയോസിറ്റി എന്നുള്ള നിലയിൽ പറഞ്ഞു നിർത്തി. പക്ഷെ അദ്ദേഹം വളരെ ഭംഗിയായി അപ്പോൾ ആ ഈശ്വര നിശ്ചയം എന്നുള്ളത് എത്രയോ സ്പഷ്ടമാണ് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയും വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ ശരി, സന്തോഷം. ഇനി എപ്പോഴെന്ന് വെച്ചാൽ അറിയിച്ചു. തീർച്ചയായും. ഓം ശ്രീ ബാലവിഘ്നേശ്വര മഹാഗണപതേ നമഃ. ഭഗവാനെ കാത്തുള്ളണമേ.